ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. അരിയൊന്നും അരയ്ക്കാതെയാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നിങ്ങൾ 1.5 കപ്പ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചൊരു 4 മണിക്കൂർ ഈ റവ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റവ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കരയിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ശർക്കര മെൽറ്റായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. റവ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൂറാണ് വെള്ളം ഒഴിച്ചിട്ട് റവ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു 5 പാളയം പഴം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 5 പഴമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പഴം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് ഞാനൊരു 250 ഗ്രാം മൈദ കൂടി ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ 250 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 250 ഗ്രാം മൈദ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന ശർക്കര പാനി മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പഴം അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന പഴം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ എള്ളില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുന്നില്ല. ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാം. ഞാനിവിടെ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഓരോ കുഴിയിലും എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നടുവിൽ നല്ല ചൂടുള്ളത് കൊണ്ട് നടുവിലത്തെ ഒരു 3 എണ്ണം പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ ഒരു ബൗൾ നിറയെ ഉണ്ണിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും ഫേസ്ബുക്ക് പേജായ മന്ന ഹോം മെയ്ഡ് കേക്ക്സ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.